ഒരുപാട് നാളുകൾക്ക് ശേഷം പണ്ടൊക്കെ ഓഫാബിയും കുട്ടിച്ചാത്തനും പട്ടത്തിപ്പൂതം കണ്ടതിന് ശേഷം ഒരു ഫൂത് സബ്ജക്ട് വരികയാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ലാലേട്ടന്റെ അഭിനയമാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടിരിക്കുകയാണ്. കാരണം ഒരു വ്യത്യസ്തമായ പ്രമേയമാണ്. അത് മാത്രമല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ചെയ്തിരിക്കുന്നത്. അവധിക്കാലം കുട്ടികൾ ഫാമിലിക്കൊക്കെ വന്ന് കാണാവുന്ന ഒരു മൂവി തന്നെയാണ്. പിന്നെ മേക്കിംഗ് വേറെ ലെവലാണ്. ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്തതാണ്. കാരണം വെച്ചാൽ അതിന്റെ ഒരു ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അത് പറയുന്നില്ല, അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതുപോലെ തന്നെ കൂടുതൽ അഭിനയിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് നാടകം എന്നുള്ള ആർട്ടിസ്റ്റിലാണ് കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് മാത്രം കാണാൻ പറ്റുന്ന ഇല്ല, ഫാമിലി ആയിട്ട് പോയി കാണാമെന്ന് പോയപ്പോഴാണ്. കാരണം അതുപോലെയാണ് മേക്കിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. കലാസംവിധാനം, ക്യാമറ വർക്ക് എല്ലാം ഗംഭീരമായിട്ട്. പിന്നെ കുറെ രംഗങ്ങളൊക്കെ പേടിയാവും. 3D ആയതുകൊണ്ടേ നമ്മുടെ നേരെ വരണം എന്നെ നോക്കും. ഇതെല്ലാം ആരേട്ടാ നിങ്ങൾ വേറെ ലെവലാണ്. ഇനിയും ഇതുപോലെ പടങ്ങൾ സംവിധാനം ചെയ്യട്ടെ. അടിപൊളി. സിനിമ സൂപ്പർ. ലാലേട്ടൻ തകർത്തി ആടി തുമർത്തിയാടി എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അതുപോലെ കുട്ടികൾക്ക് എന്തായാലും കാണിച്ചു കൊടുക്കേണ്ട സിനിമയാണ്. അതുപോലെ ലൊക്കേഷൻ ഏരിയ, പിന്നെ അതിൽ സെറ്റപ്പ് എല്ലാം നല്ലുണ്ട്. ലാലേട്ടൻ സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റിലേക്ക് തന്നെ മാറുന്നതാണ്. ഒരു പുതിയൊരു നമുക്ക് കൊടുത്ത മെസ്സേജ് തരുന്ന സിനിമയാണ് ഈ ബറോസ് സിനിമ. അതിൽ ഒന്നും പറയാനില്ല. നല്ല ഇത് ലാലേട്ടൻ കഷണ്ടി മാത്രമല്ല മുടിയുള്ള മോഡലിലും ഉണ്ട് ആ സിനിമ. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് കണ്ണിൽ വെള്ളം തന്നെ വരും. കുട്ടികൾക്ക് ഭയങ്കര കരച്ചിൽ തന്നെ വരും. അത്ര നല്ല സിനിമയാണ് ബറോസ് സിനിമ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണമെന്ന് പറയുന്നത്. അത്ര അതിൻ്റെ സെറ്റപ്പ്, പിന്നെ മൃഗങ്ങള്, മീന്, അതുപോലെ തന്നെ ആ രീതിയിലെല്ലാം നല്ല രീതിയിൽ നല്ല മൈൻഡ് ഉപയോഗിച്ച് നല്ല ഹാർഡ് വർക്ക് ചെയ്ത സിനിമ ബറോസ് എന്ന് പറയാം നമുക്ക്. എനിക്ക് ഭയങ്കര എഫക്റ്റ് ആയി ഈ സിനിമ. അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.